എന്റെ പുറകിലുള്ള ഈ ഹോട്ടൽ കണ്ടോ? കാണുമ്പോ തന്നെ ഒരു 19 വർഷം പുറകോട്ടേക്ക് പോയൊരു ഫീലില്ലേ? അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് മലയാള സിനിമകൾ കണ്ട് സുപരിചിതമായൊരു ഇന്റീരിയറും ഉണ്ട്. ഇതാണ് ഭരണങ്ങാനം വിലങ്ങുപാറയിലുള്ള ഹോട്ടൽ ബ്രദേഴ്സ്. പഴയകാല നാടൻ ചായക്കടകളുടെ ലുക്കും ഫീലും ഇന്നും അതേപടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലം തിരയുകയാണോ എങ്കിൽ ഭരണങ്ങാനത്തെ ഹോട്ടൽ ബ്രദേഴ്സ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഏകദേശം 140 വർഷത്തെ ചരിത്രമുണ്ട് ഈ ചായക്കടയ്ക്ക്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഏറ്റവും പഴക്കമേറിയ നാടൻ ചായക്കടകളിലൊന്നാണിത്. ഈ കാലയളവിൽ പല തവണ ഉടമസ്ഥാവകാശം മാറിയെങ്കിലും കഴിഞ്ഞ 30 വർഷത്തിലേറെയായി നിലവിലെ ഉടമയും കുടുംബവുമാണ് ഹോട്ടൽ നടത്തുന്നത്. അതുകൊണ്ടാണ് കടയുടെ ബോർഡിൽ 1992 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് എത്തിയതുപോലെ തോന്നും. മരബെഞ്ചുകൾ, പഴമയുടെ കഥ പറയുന്ന ചുവരുകൾ, ഇന്നത്തെ കാലത്ത് അപൂർവമായി മാത്രം കാണുന്ന ഒരു തനി നാടൻ ചായക്കടയുടെ അന്തരീക്ഷം. അതാണ് ഹോട്ടൽ ബ്രദേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ തൊഴിലാളികളും കോളേജ് വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേർ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തുന്നു. രാവിലെ ദോശ, പൊറോട്ട, ഇഡ്ഡലി, അപ്പം, ഇടിയപ്പം, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കറി, മുട്ടക്കറി, ബീഫ്, കടല, മീൻകറി, എല്ലാ വിഭവങ്ങളും നല്ല തിരക്കായിട്ട് പോകുന്നു. 37 വർഷമായിട്ട് സംഭവം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ട് ചെയ്യുന്നതാണ്. എന്ത് കഴിച്ചാലും ഇവിടുത്തെ മുളക് ചമ്മന്തി കൂടെ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ താരം മറ്റൊന്നാണ്, നല്ല നാടൻ ബീഫ് കറി. വറുത്തരച്ച മസാലയിൽ വെന്ത ബീഫ് കൈകൊണ്ടൊന്നും തൊട്ടാൽ തന്നെ പഞ്ഞി പോലെ അടർന്നു പോരും. ഒരു മൊരിഞ്ഞ പൊറോട്ട ആ കറിയിൽ മുക്കിക്കഴിച്ചാൽ ഒരു രക്ഷയുമില്ല. ഉച്ചയോടെ നാടൻ ഊണും മീൻകറിയും, മീൻ വറുത്തതും, ബീഫ് ഫ്രൈയും എല്ലാം തയ്യാറാകും. വൈകുന്നേരമാകുമ്പോൾ ചായക്കൊപ്പം ഉഴുന്നുവട, ഉള്ളിവട, പഴംപൊരി തുടങ്ങിയ പലഹാരങ്ങൾ ചില്ലുകൂട്ടിൽ നിരക്കും. വൈകിട്ട് 7 മണി വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തനം. ഈ ചായക്കട എവിടെയോ കണ്ടതായി തോന്നുന്നുണ്ടോ? അതിന് കാരണമുണ്ട്. മലയൻ കുഞ്ഞ്, പാവാട തുടങ്ങിയ സിനിമകൾ ഹോട്ടൽ ബ്രദേഴ്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നും നിരവധി സിനിമാ പ്രവർത്തകർ ഷൂട്ടിങ്ങിനായി ഈ ലൊക്കേഷൻ തേടിയെത്താറുണ്ട്. എന്നാൽ കടയിലെ തിരക്ക് കാരണം പല അഭ്യർത്ഥനകളും ഉടമസ്ഥർക്ക് നിരസിക്കേണ്ടി വരാറാണ് പതിവ്. ഇവിടേക്കെത്താൻ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്കുള്ള റോഡ് പിടിച്ചാൽ മതി. ഭരണങ്ങാനം പള്ളിയും സെയിന്റ് അൽഫോൺസ തീർത്ഥാടന കേന്ദ്രവും കഴിഞ്ഞ് ഭരണങ്ങാനം ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുക. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ വിലങ്ങുപാറ ജംഗ്ഷനിൽ ഹോട്ടൽ ബ്രദേഴ്സ് കാണാം. കാലത്തിനൊപ്പം മാറിയ സ്ഥലങ്ങൾ ഏറെയുണ്ട്. പക്ഷെ ഹോട്ടൽ ബ്രദേഴ്സ് ഇന്നും അതിന്റെ തനിമ കൈവിട്ടിട്ടില്ല. അതേ രുചി, അതേ ചായക്കട, അതേ ഓർമ്മകൾ. അതുകൊണ്ടാവാം ഇവിടേക്ക് വരുന്നവർ വീണ്ടും വീണ്ടും തിരിച്ചെത്തുന്നത്.